അങ്ങനെ ഞാനും ജംഷിയും ഇതാ ബീച്ചിൻ്റെ സൈഡിലൂടെ ഞങ്ങൾ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ ഞങ്ങൾ ഇലാ ഗാർഡനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ബീച്ചിൻ്റെ ആ സൈഡിലൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ജംഷിക്ക് എന്തൊക്കെ കുറച്ച് വീട്ടിലേക്ക് പർച്ചേസിങ് ഉണ്ട്. പർച്ചേസ് ചെയ്യുക ഇലാ ഗാർഡൻ, നമ്മളെ സ്വന്തം ഇലാ ഗാർഡനിലേക്ക്. ഇവിടെ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റാണുള്ളത് കേട്ടോ. അഫോർഡബിൾ ആയിട്ടുള്ള നിങ്ങൾക്ക് വീട്ടിലേക്ക് വെക്കാൻ പറ്റിയ നല്ല അടിപൊളി ചെടികളുണ്ട്. ജംഷിക്ക് എന്തൊക്കെ ചെറിയ ചെറിയ ചെടികൾ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനും ജംഷിയും ഇവിടെ എത്തിയിരിക്കുന്നത്. ഒരുപാട് റോസ് ഉണ്ട് കേട്ടോ. റോസ് 50 റുപ്പീസാണ് റോസിന് വരുന്നത്. കണ്ടോ, നല്ല അടിപൊളി റോസ് തൈകളാണ്. പല വെറൈറ്റി കളേഴ്സിലെ റോസ് ചെടികൾ. പിന്നെ 200 രൂപേൻ്റെ മുല്ല, മറ്റേ ബോഗൺവില്ല, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട്. പിന്നെ നമ്മളെ വെറൈറ്റി കളേഴ്സിലുള്ള പല കളേഴ്സിലുള്ള ഇതിനും 50 റുപ്പീസ് തന്നെയാണ് വരുന്നത്. പിന്നെ ഒരുവിധം ചെടികളൊക്കെ വളരെ റേറ്റ് കുറവുള്ളൊരു സ്ഥലമാണ് ഇവിടെ. 40 റുപ്യേൻ്റെ 10 മണിമുല്ല ചെടികളൊക്കെ വളരെ കുറവാണ്. അപ്പം ഇവിടെയൊക്കെ ഉണ്ടാകുന്ന ചെടികളാണ്. അങ്ങനെ ഞങ്ങൾ ഒരുപാട് ചെടികൾ, നല്ല നല്ല റേറ്റ് കുറഞ്ഞ ചെടികളും എല്ലാം ഇവിടെയുണ്ട്. എല്ലാത്തിനും റേറ്റ് വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള ചെടികൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്യുക. റേറ്റ് അവിടെ നിങ്ങൾ ടാഗിൽ കാണും. ഇതിൻ്റെയൊക്കെ റേറ്റ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കിതിൽ ടാഗിൽ കാണാവുന്നതാണ്. 250 റുപ്പീസ്, 350 റുപ്പീസ്. ബാമ്പു തൈകളൊക്കെ ഉണ്ട്. ഈ ബാമ്പു തൈന് എത്ര വരുന്നത്? ഒരുവിധം അഫോർഡബിൾ പ്രൈസിൽ നിങ്ങൾക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാം. നല്ല നല്ല ചട്ടികൾ, മൺചട്ടികൾ, പ്ലാസ്റ്റിക് ചട്ടികൾ എല്ലാം ഉണ്ട്. ഇവിടെ ഉള്ള വലുത് കൊണ്ടുപോയല്ലേ? ഇതിൻ്റെ വലിയൊരു ചട്ടിയില്ലേ ഇനിയോ? അത് കൊണ്ടുപോയല്ലേ? 6 റുപ്യേന് ജംഷിയെ. നല്ല അടിപൊളി റേറ്റിലുള്ള ഒരുപാട് ചെടികളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീട്ടിലേക്ക് വെക്കുക. ഞാൻ മൊത്തത്തിൽ കാണിക്കാം, എന്നാലും കാണിച്ചാലും തീരില്ല. അത്രയും ചെടികൾ ഇവിടെ തന്നെയുണ്ട്. നിങ്ങൾക്ക് ഏതാ വേണ്ടത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ വന്നിട്ട് അതിൻ്റെ റേറ്റും ടാഗലും എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. ചെടികളെ പേരൊന്നും എനിക്കറിയില്ല, പക്ഷേ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എനിക്ക് ചെടികളെ മാത്രമേ കാണിച്ചു തരാൻ പറ്റുള്ളൂ നിങ്ങൾക്ക്, നിങ്ങളുടെ മുന്നിലേക്ക്. അതൊക്കെ ഞാൻ അങ്ങനെ കാണിച്ചു തരാം. ഇതൊക്കെ ചെടികൾ തന്നെയാണ്. ഇതിൻ്റെ പലതരം കളറുകളുള്ള ചെടികളൊന്നുള്ളൂ. ഒരുപാട് ചെടികൾ ഇങ്ങനെയുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചെടികളെ നിങ്ങൾ കളക്ട് ചെയ്തു വാങ്ങുക.
ഏതെല്ലാം മോഡലാണ് നിങ്ങൾക്ക് വേണ്ടത് ആ ചെടികൾ നിങ്ങൾ നല്ല അടിപൊളി ചെറിയ ചട്ടി വളർത്താൻ പറ്റുന്ന പല ഐറ്റംസും ഇതാ പല മോഡലിലാക്കി വെച്ചതും ചട്ടിയിൽ. ഇതൊക്കെ വീടിൻ്റെ നടുമുറ്റത്ത് ചൂടാൻ പറ്റിയ നല്ല അടിപൊളി ചെടിയാണ്. ഇത് അങ്ങനത്തെ ഒരുപാട് ചെടികളുണ്ട്. നമുക്ക് വീടിൻ്റെ മറ്റേ ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും വെക്കാൻ പറ്റുന്ന ഒരുപാട് ചെടികളുണ്ട്. ഇത് നല്ലൊരു ലൈറ്റ് പിങ്ക് പൂവുണ്ടോ, നല്ല ഭംഗിയാണ്. ഇപ്പം പൂവ് ആയിട്ടില്ല, പക്ഷെ നല്ല ലൈറ്റ് കളറുള്ളൊരു പിങ്ക് പൂവ് ഇതിലുണ്ടാവാറുണ്ട്. ഇത് ഭംഗിയറിയാം കാണാൻ. നിങ്ങളെ വ്ളോഗ് വരും കേട്ടോ യൂട്യൂബിൽ. അതൊക്കെ എന്തായാലും വരും, കസ്റ്റമർ ഒരുപാടുണ്ടാവും. തെങ്ങ് തൈകളുണ്ട്, ചെടികളുണ്ട്. നമ്മളെ ഏട്ടരാ, സ്വന്തം ഏട്ടരാട്, സ്വന്തം ഏട്ടരാട് കണ്ടോ. ഈ ഏട്ടനാണ് നമ്മളുടെ ബലം. നല്ല കരിവേപ്പില തൈയൊക്കെ ഉണ്ടല്ലോ ഏട്ടാ. ഈ ചെടി കണ്ടോ, ഞാൻ പറഞ്ഞ പിങ്ക് പൂവിടുന്ന അടിപൊളി ചെടിയാണ്. നടുമുറ്റത്തൊക്കെ വെക്കാനോ നിങ്ങളെ. ഇതിൻ്റെ ഒരു തൈ ഞാൻ വാങ്ങിയിട്ടുണ്ട്, ചെറിയ തൈ. ഇതിൻ്റെ നല്ല രസമുണ്ടോ എൻ്റെ അവിടെയൊക്കെ വെച്ചാൽ. ഇത് നല്ല അത്യാവശ്യം വെയിലിട്ടണം അതിന്. പിന്നെ നിങ്ങൾക്ക് ഇവിടെയൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ ചെടി കാണുന്നുണ്ടോ എനിക്കറിയില്ല. നല്ല ചെമ്പരത്തിൻ്റെ പല വെറൈറ്റി ഐറ്റംസും പിന്നെ ഇതിൻ്റെ ഐറ്റംസ് എല്ലാം ഉണ്ട്. ഒരുവിധം നിങ്ങൾക്ക് വീട്ടുമുറ്റത്ത് വെക്കാൻ. മദ്രാസ് മുല്ലയാണത്. പിന്നെ മറ്റേ ഒരുതരം മുല്ലപ്പൂവിൻ്റെ തൈകളും ബാമ്പു പലതരം വെറൈറ്റി ചെടികളുണ്ട്, വെറൈറ്റി തൈകളുണ്ട്. കരിവേപ്പിലുണ്ട്, കരിവേപ്പിലേക്ക് 120 രൂപ. ഇതെന്താ മദ്രാസ് മുല്ല? പോയിന്നവിടുന്ന് ആർക്ക്? നിങ്ങൾ നല്ല അടിപൊളി സദ്യയൊക്കെ തിന്നണേർന്ന്. നിങ്ങളെ അന്വേഷിച്ചപ്പോൾ നിങ്ങളിവിടെ അല്ല. നിങ്ങളെയൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ട് ഇന്ന് വാങ്ങിത്തരാം. വരണോ? ഞങ്ങളെപ്പോഴും വിളിക്കലുണ്ടല്ലോ, നിങ്ങൾ വരായിട്ടല്ലേ. നിങ്ങളാ വിളിക്കല്ലേ, നിങ്ങൾ വരായിട്ടല്ലേ ചോറുന്നാൻ. ഒറ്റ കുത്തൊന്നല്ല. ഇത് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലിടും, അപ്പോൾ നിങ്ങൾ കസ്റ്റമർ കൂടും. ഈ നോക്കിക്കോ എനിക്ക് പറ്റിയത്. അത് നടാനെന്താ, നടലൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഈ വാങ്ങിക്കോ. ഇതാ കൊതുക് വരാതൊക്കെ ഉള്ള ചെടിയാണത്. അങ്ങനെ വിവിധ തരം ചെടികൾ നിങ്ങളിവിടെ കണ്ടു ഗെയ്സ്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ഇഷ്ടപ്പെട്ടതൊന്ന് കമൻറ്റ് ചെയ്യുക. ഒരുപാട് ചെടികളുണ്ട്, വെറൈറ്റി ഐറ്റംസ് ഒരുപാടുണ്ട്. കുറേ കാലപ്പേക്കം ചേർന്ന നല്ല അടിപൊളി ചെടികളുണ്ട്. മാവിൻ തൈകൾ, റംബൂട്ടാൻ, ചക്ക, പ്ലാവ്, ഇങ്ങനെയുള്ള വിവിധ തരം ചെടികൾ ഇവിടെ ഉണ്ട്. ഫ്രൂട്ട്സുകളുണ്ട്, പ്ലാവുണ്ട്, പലതരം പ്ലാവുകളുണ്ട്. പിന്നെ ഇതിൻ്റെ കുട്ടിത്തൈകളും വലിയ തൈകളും പിന്നെ പേരക്ക
പേരക്കൊക്കെ ഉണ്ടായത് കാണാൻ നിങ്ങൾക്ക് കണ്ടോ. പേരക്ക, നെല്ലിക്ക, പിന്നെ നമ്മളെ മറ്റേ തൈ എന്തെന്ന് പേര് എനിക്കറിയില്ല, നാരങ്ങത്തൈ, ഓറഞ്ച് നാരങ്ങ ഉണ്ടായത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നാരങ്ങ ഇഷ്ടം പോലെ ഉണ്ടായത് കണ്ടോ. അടിപൊളി നാരങ്ങത്തൈ, ഓറഞ്ച് തൈ ഒക്കെ ഉണ്ട് ഇവിടെ. ഒരുപാട് ഓറഞ്ച് ഉണ്ടായിട്ടുണ്ട്. ഓറഞ്ച് തൈ ആണടി ഞങ്ങൾക്ക്. നല്ല വിവിധ തരം ആമ്പല, വിവിധ തരം ആമ്പലകളുണ്ട്, ചെടികളുണ്ട്. ചെടീൻ്റെ ഒക്കെ കളറ് കണ്ടില്ല നിങ്ങളുടെ ഫേസ്, അടിപൊളിയായിട്ട് റെഡായിട്ട് നിൽക്കുന്നു. നല്ല അടിപൊളിയിലായിട്ട് നിൽക്കുന്നുണ്ട് ചെടികളൊക്കെ. നിങ്ങൾക്ക് ഏത് ചെടിയാണ് ഗെയ്സ് വേണ്ടത്, ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധാപൂർവം ചോദിച്ച് അതിനനുസരിച്ചിട്ടുള്ള വളങ്ങൾ, ചട്ടികൾ, നല്ല കൊക്കോപ്പീറ്റ് വളം എല്ലാം ഉണ്ട് ഇവിടെ. ചട്ടികളൊക്കെ നിങ്ങൾക്ക് അവൈലബിളാണ്. ഏത് തരം ഞാൻ ബലിൻ്റെ മോനല്ലേ മോളല്ലേ, ആഴ്ചക്ക് വാങ്ങാൻ. അല്ല നമ്മളെ സിറ്റ് ഔട്ടിലൊക്കെ നടാൻ പറ്റിയ, അല്ല ഉള്ളിലൊക്കെ വെക്കാൻ പറ്റിയ അടിപൊളി അങ്ങനെ നല്ല പാത്രങ്ങൾ. നിങ്ങൾക്ക് ഏത് വേണ്ട ഗൈസ് സെലക്ട് ചെയ്യുക. കല്ലുകളും പ്ലോട്ടുകൾ, ഒരുപാട് പ്ലോട്ടുകളുണ്ട്. ഏത് തരം പ്ലോട്ടാണോ നിങ്ങൾക്ക് വേണ്ടത് ഗൈസ് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. പലയാതി പ്ലോട്ടുകളുണ്ട്. വലിയ ഐറ്റംസ്, ചെറിയ ഐറ്റംസ് ഉണ്ട്. നല്ല പരിചയമാണ്. എല്ലാ ചട്ടികളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതാണ്. ഏത് ഐറ്റംസാണോ വേണ്ടെങ്കിൽ ഇവിടെ ഇലാ ഗാർഡനിലേക്ക് വരും. ഇലാ ഗാർഡൻ സ്റ്റാൻഡുകളൊക്കെ ഉണ്ടല്ലോ, സ്റ്റാൻഡൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ തുരുമ്പ് പിടിച്ചല്ലോ ഒന്ന് സ്റ്റാൻഡൊക്കെ. അതുകൊണ്ടായിരിക്കും അല്ലേ. അപ്പം ഞാനും ജംഷിദ ഇലാ ഗാർഡനിൽ മൊത്തം കറങ്ങി കണ്ടു. ഇതാണ് നമ്മളെ ഇലാ ഗാർഡൻ. എല്ലാവരും ഇങ്ങോട്ട് വരും. നമ്മളെ ചേട്ടനെ കണ്ടാൽ മതി, വേണ്ടതുപോലെ ചെയ്തു തരും.